അല്ല മാളുവോ, ആര് കാണാനാണ് ഈ സങ്കടപ്പെട്ട് കണ്ട് അഭിനയിച്ച് നിക്കണത്? അനക്ക് സന്തോഷിക്കിച്ചി, ഇജ്ജ് സന്തോഷിക്കല്ലേ വേണ്ടത്. എന്തോരാ പെൺകുട്ടിനെ ഇവിടെ ഇട്ടുകാണ്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ പെണ്ണ് ഇവിടെ നാലുവേദന എന്ന് പറഞ്ഞപ്പോൾ പോലും ഇജ്ജ് അതിനോട് ഓരോ മടലും കൊത്തിയിടിയാനാ പറഞ്ഞത്. യാതി ഇളകിയതാവുന്നുള്ളത്. കുറച്ചൊക്കെ കരുണ ഉണ്ടെന്നുണ്ടെങ്കില് ഇജ്ജിങ്ങനെ ചെയ്യൂല. അനക്കും എന്റെ മകൻക്ക് ഇപ്പൊ സന്തോഷായില്ലേ? എന്നിട്ട് ഇപ്പൊ ആര് കാണാനാണ് ഈ അഭിനയിച്ച് നിക്കണത് സങ്കടം പോലെ? ഓ, പേരക്കുടിനോട് എന്തോ ഒരു സ്നേഹയിന്ന്. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ട് പോലിച്ച് അതിന് റെസ്റ്റ് കൊടുത്തിട്ടില്ല. എന്നിട്ടുള്ള ഒരു അഭിനയം. ഇജ്ജ് ഞാൻ കാണാനാണ് ഈ സങ്കടപ്പെട്ടുകാണ്ട് അഭിനയിച്ചുകാണ്ട് നിക്കണെന്നുണ്ടെങ്കിലേ ഇജ്ജ് ഇന്നെ കാട്ടിക്കാണ്ട് സങ്കടപ്പെട്ട് നിക്കണ്ട. നാളെ അങ്ങോട്ട് പോവും. ഇന്റെ ആങ്ങളിനെ പറിച്ചോ നേരത്തെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇമ്മാന്റെ മോന്റെ ഈ ഒരു വക കളിയൊന്നും ഈ പെരയിൽ നടക്കൂലായിന്ന്. ഹിമ്മി മോനെ പണത്തിനും പണ്ടത്തിനും വേണ്ടി ആർത്തി മൂത്ത് മൂത്തിപ്പോ എന്തായി? ഭൂമി കാണുന്നതിന്റെ മുന്നേ ഒരു കുഞ്ഞിനെ അവിടെ നശിപ്പിച്ചില്ലേ? എന്നോടൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കില് ഇന്റെ ഈ നാവും കൂടി നശിച്ചു പോവും. കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കില് ചിലപ്പോ ഇന്റെ ആങ്ങളുടെ പെണ്ണുങ്ങളാന്നുള്ളതാണെങ്കിൽ മറന്നു പോവും. അത്രക്ക് കാണുമ്പോ തന്നെ ദേഷ്യം വരിക. എന്നിട്ട് ഓളൊരു സങ്കടം. ഒരു ചൊല്ലുണ്ടല്ല, നായിന്റെ വാല് 10,000 കൊല്ലിട്ടാലും നീരൂലാന്ന്. അതേപോലെ എണീച്ചാന്റെ മകനും. നിങ്ങളൊന്നും നേരാവാൻ പോണില്ല. ആ പെണ്ണിന്റെ ശാപം ഉണ്ടല്ലോ, ഈ പെര വന്നുകൊണ്ടേ മുച്ചിയില് മുടിക്കും. അത് വരെ ഉണ്ടാവും. എന്താണ് പെണ്ണിന് സപ്പോർട്ടെന്നറിയാം. എന്തോ ഒന്ന് വർത്താനം. ഇന്റെ മകന്റെ കുണം കൊണ്ടല്ല ഓളം പള്ളത്തെ കുട്ടി അലസിപ്പോയത്. ഓളം സ്വഭാവ കുണം കൊണ്ടാണ്. അതിനെ ആദ്യം കെട്ടിക്കട്ടെ, എന്നിട്ടല്ലേ കുട്ടി. പഠിച്ചോനെ, എനിക്ക് ഒറ്റ ഒരു പ്രാർത്ഥന ഉള്ളൂ, നിന്റെ ആ വൃത്തികെട്ട സ്വഭാവം ആ കുട്ടിക്ക് കിട്ടാണ്ടെന്നാ മതി. എടാ പൊട്ടൻ കുഞ്ഞാറോ, ഇന്റെ കുട്ടിക്ക് പിന്നെ ഇന്റെ സ്വഭാവം അല്ലാതെ പിന്നെ അന്റെ ഈ കോന്ത സ്വഭാവം ഉണ്ടാവോ? മോനെ, ഇത് ശരിനോട് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് തിന്നാനും കുടിക്കാനും പറഞ്ഞാടാ. എത്ര പറഞ്ഞിട്ടും പെണ്ണ് കേൾക്കണില്ല. ഇനിയിപ്പൊ എന്തൊക്കെയോ വരുത്തി വെക്കുകയാണാവോ. ഉമ്മയുടെ കുട്ടി ചെന്ന് പറഞ്ഞേക്ക്, ഇജ് പറഞ്ഞ ഓള് കേൾക്കും. അമ്മ വയ്ക്കോ, ഞാൻ പറഞ്ഞോളാം. കുറച്ചോനെ ആറ്റ നോറ്റിന്റെ കുട്ടിനൊന്ന് കല്യാണം കേൾപ്പിച്ച് അയച്ചതാ. എന്നിട്ട് കിട്ടിയ ജീവിതമാണെങ്കിൽ ഇങ്ങനെ എന്തൊരു വിധിയാണ് അവന്റെ കുട്ടിക്ക്.